ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു മൈ ചാനൽ അശ്വതി ശ്രീമിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ലോഗാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി അറിയാമായിരിക്കും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ പെരട്ട് എന്ന് പറയുന്നത്. പക്ഷേ തനി നാടൻ സ്റ്റൈലിൽ, നമ്മുടെ അമ്മാമ്മ സ്റ്റൈലിൽ ചിക്കൻ പെരട്ട് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്ന എൻ്റെ ഒരു പരീക്ഷണമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോഴും നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കാണണം, കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്താൽ മാത്രം പോരാ, അതിനുള്ള കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ, കാണാനും കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. തനി നാടൻ ചിക്കൻ പെരട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. പണ്ടത്തെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു വില്ലേജ് സ്റ്റൈൽ ചിക്കൻ പെരട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിവിടെ 1 കിലോയോളം നന്നായി കഴുകിയെടുത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയ ബോണോട് കൂടി ചിക്കൻ പീസുകളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ നമ്മുടെ മസാലപ്പൊടികൾ ചേർക്കുകയാണ്. ആദ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മാത്രം അളവിന് മഞ്ഞൾപ്പൊടി. പിന്നീട് നമുക്ക് 1 മുറി നാരങ്ങ, ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ നീരാണിത്, അതും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ആവശ്യത്തിന് ചേർത്തിട്ട് പോരാ എന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ ഞാൻ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പൊടിയും ഈ ചിക്കൻ പീസും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാമേ. അപ്പം നമ്മുടെ ചിക്കൻ പീസൊക്കെ നെയ്യും കൂടെ ചേർത്ത് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്ക്കും പകരം നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എന്താ വെച്ചാൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ നെയ്യോ മാറി തിരിച്ച് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഏകദേശം 1/4 കപ്പ് അളവിന് തേങ്ങ ഇങ്ങനെ കുറുകെ മുറിച്ചതാണ്. ഈ ഒരു ആകൃതിയിൽ നമ്മൾ മുറിച്ചതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുക്കേ. അപ്പം നമ്മുടെ തേങ്ങാ പീസും കൂടെ ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മസാലക്കൂട്ടൊക്കെ നമുക്കൊന്ന് തയ്യാറാക്കാനായിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ടിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിന് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായതിന് ശേഷം ഏകദേശം 1 ടേബിൾ സ്പൂണിന് മുകളിൽ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ മതിയാവും. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ അളവിന് ഇഞ്ചിയാണ് ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നത്. പിന്നീട് 1.5 ടേബിൾ സ്പൂൺ അളവിന് വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാവുന്നത് ഒരു 2 വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ 3 എണ്ണം കണക്കിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള അല്ലാതെ നമുക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി ആണെങ്കിൽ ഒരു 200 ഗ്രാം അളവിന് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. സവാള നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വെന്ത് നല്ലൊരു പരിവായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കീറിയെടുത്തതാണ്. പിന്നീട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വഴഞ്ഞ് വന്നവരെ ഒന്ന് ഇളക്കാനായിട്ട് നോക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് മയങ്ങി വന്നിട്ടുണ്ട്, നിറമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ പീസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ചിക്കൻ പീസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ സവാളയിലോട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാമേ. അപ്പം നമ്മുടെ ചിക്കൻ പീസ് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ ചേർന്ന ആ മസാലക്കൂട്ടിലോട്ട് ചിക്കൻ പീസ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ടൊന്ന് ശ്രമിക്കണം. നന്നായിട്ട് ഞാനിപ്പം ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ തനി നാടൻ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ പെരട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴുള്ള ഫീഡ്ബാക്ക് അതെനിക്കൊന്ന് മെസ്സേജ് ഇടുകയും ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പം എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയൊക്കെ അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് ഒരല്പം വെള്ളം ഒന്ന് ചേർത്തിട്ട്, ചിക്കൻ്റെ അകത്ത് വെള്ളമുണ്ട് എന്നിരുന്നാലും ഒരല്പം വെള്ളം, ഒരു അര ഗ്ലാസ് താഴെ മാത്രം വെള്ളം ചേർത്ത് ഇത് വേകാനായിട്ട് അടച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരല്പം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റോളം വേകാനായിട്ട് വെക്കണം. ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും വെന്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റിലും ഒരു പാകത്തിന് നമ്മുടെ ചിക്കൻ പീസ് കിട്ടത്തുള്ളൂ. ഒരു 10 മിനിറ്റ് ആദ്യം നമുക്ക് വേകാനായിട്ട് വയ്ക്കാം. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിലിത് അടി പിടിച്ച് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ഞാനിത് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് പോവുകയാണേ ഒരു 10 മിനിറ്റ്. ഇപ്പം നമ്മുടെ ചിക്കൻ അടുപ്പിൽ അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1-2 സാധനങ്ങളോട് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. മസാലപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഒന്ന് വരട്ടിയെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വരട്ടിയെടുക്കാവുന്നതാണ്. ഏകദേശം 5 മിനിറ്റോളം നമുക്കിങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കനൊന്ന് പുരണ്ട് വരത്തുള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ പുരട്ടൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാധനം കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതിയാവും. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താലും മതിയാവും. എനിക്ക് മല്ലിയുടെ ടേസ്റ്റ്, ആ ഒരു ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മല്ലിയിലയും കൂടി ചേർക്കുകയാണ്. 2 മിനിറ്റും കൂടെ ഒന്ന് വരട്ടി കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ടേസ്റ്റായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ചോറിനൊപ്പം ആണെങ്കിലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ആണെങ്കിലും അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ഒപ്പം നമുക്കൊന്ന് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ജ്യൂസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് ഈ ഒരു ഡിഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാനൊരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വേകാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്. നമ്മുടെ പെരട്ട്, സൂപ്പർ ടേസ്റ്റി ചിക്കൻ പെരട്ട് തയ്യാറായി കഴിഞ്ഞ് ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാനും ശ്രദ്ധിക്കണം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ ടു ആൾ. ഗുഡ് ബൈ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാനിപ്പോൾ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ചോറിനൊപ്പം, ചപ്പാത്തിക്കൊപ്പം, മറ്റെല്ലാ ഫുഡ് ഐറ്റംസിനൊപ്പം, പൊറോട്ടയ്ക്കൊപ്പം ഒക്കെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നാടൻ സ്റ്റൈലിൽ, നമ്മുടെ അമ്മാമ്മമാരുടെ വില്ലേജ് സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്നൊരു ചിക്കൻ പെരട്ട് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതിൻ്റെ കമൻസ് ഞാൻ ഒരിക്കൽ കൂടെ ഇടണം. അപ്പം വൺസ് അഗൈൻ ഗുഡ് ബൈ.